കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 5:1 വാക്യം. അവൻ ഗെന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. One day, as Jesus was preaching on the shore of the Sea of Galilee, great crowds pressed in on him to listen to the word of God. പുരുഷാരം കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, ഉപദേശം കേൾക്കുവാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നുവെന്നാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, കർത്താവ് സഞ്ചരിച്ചപ്പോൾ വലിയൊരു പുരുഷാരം കർത്താവിനെ ഫോളോ ചെയ്തിരുന്നുവെന്ന്. കർത്താവ് അത് കടൽക്കരയിലാണെങ്കിലും മലമുകളിലാണെങ്കിലും നിർജ്ജന പ്രദേശത്തെ ആണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും ആൾക്കാർക്ക് കടക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ വാതിൽക്കൽ വരെ ആൾക്കാരെ കൊണ്ട്, പുരുഷാരത്തെ കൊണ്ട്, വലിയൊരു ക്രൗഡിനെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയും. അവരിങ്ങനെ കടന്നു വന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ ഉപദേശം കേൾക്കുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ആൾക്കാർ തിക്കിത്തിരക്കി വന്നു എന്നെഴുതിയിരിക്കുന്നു. അത് വചനം കേൾക്കുവാൻ വേണ്ടിയുള്ള ഒരു തിരക്ക്, പുരുഷാരത്തിൻ്റെ ഒരു തിരക്ക് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കാണുന്നത്, കർത്താവ് അവിടെ വന്നപ്പോൾ 2 പടകിൽ അവിടെ പുരുഷാരത്തെ കണ്ടു. അവിടെ 2 പടക് കണ്ടു. അതിലൊരു പടകിൽ പത്രോസിനോട് പറഞ്ഞ് ആ പടക് അല്പം ഒന്ന് നീക്കുവാൻ പറഞ്ഞു. ആ പടകിൽ കർത്താവ് കയറി. അത് കഴിഞ്ഞ ശേഷം ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീനൊന്നും പിടിക്കാതിരുന്നിട്ടും ആഴത്തിലേക്ക് വലയിറക്കുവാൻ പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് വലയിറക്കി. അതനുസരിച്ചപ്പോൾ ഒരു വലിയ പെരുത്ത മീൻകൂട്ടം പത്രോസിന് കിട്ടി. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം പത്രോസ് അവിടെ ദർശിച്ചപ്പോൾ താൻ പാപിയാണെന്നുള്ള ബോധം പത്രോസിനുണ്ടായി. കർത്താവേ, നീ എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പെരുത്ത മീൻകൂട്ടവും ഉണ്ടായി. ആ മീൻകൂട്ടം കണ്ടിട്ട് കർത്താവ് അവനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത്, അവൻ സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശം അവൻ കേട്ടു, കർത്താവ് പറഞ്ഞത് അവൻ അനുസരിച്ചപ്പോൾ അസാധ്യമായ ഒരു കാര്യം അവിടെ സംഭവിച്ചു. ആ കർത്താവിനെ അവൻ അനുഗമിക്കുന്നു, സകലതും വിട്ട് അനുഗമിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു ശിഷ്യത്വത്തിലേക്കുള്ള ഒരു ടീച്ചിങ് നമുക്കിവിടെ കാണും. കർത്താവിൻ്റെ ഉപദേശം കേൾക്കുന്നു, കർത്താവിനെ അനുസരിക്കുന്നു, കർത്താവ് അവനെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം അവൻ കർത്താവിൻ്റെ ഒരു ദൗത്യം കർത്താവ് അവനെ ഏൽപ്പിക്കുന്നു. അവൻ സകലതും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നു. ഒരു ശിഷ്യത്വത്തിലേക്കുള്ള ഒരു പാത വെട്ടി തുറക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ അതിനേക്കാട്ടിൽ ഉപരിയായി ഒരു പുരുഷാരത്തെ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ പുരുഷാരത്തെ പറ്റിയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ആ പുരുഷാരം സാധാരണ ജനങ്ങളായിരുന്നു. മതപണ്ഡിതന്മാരോ ശാസ്ത്രിമാരോ മഹാപുരോഹിതന്മാരോ ഒന്നും ആയിരുന്നില്ല, സാധാരണ ജനങ്ങളായിരുന്നു. എന്നാൽ അവർ ദൈവവചനത്തെ കേൾക്കുവാൻ കർത്താവിനെ തിക്കിത്തിരക്കി. അതായത് നിർബന്ധമായും അവർ ഉപദേശം കേൾക്കുവാൻ വേണ്ടി അവർ കർത്താവിനെ അവിടെ ഫോളോ ചെയ്യുന്നു. വാസ്തവമായി പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, വാസ്തവമായും ഞാൻ അടിവരയിട്ട് പറയട്ടെ, വാസ്തവമായും നമ്മൾ പോകുന്ന ഓരോ യോഗങ്ങളിൽ അല്ലെങ്കിൽ ആലയങ്ങളിൽ, ദൈവത്തിൻ്റെ ആരാധനകളിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ നാം പങ്കെടുക്കുമ്പോൾ വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ളൊരു ദാഹം നമുക്കുണ്ടോ? പുരുഷാരത്തിന് അങ്ങനെയുള്ളൊരു ദാഹമുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ തിരക്കി പോയത്. എന്നാൽ വാസ്തവമായി അങ്ങനെ ഒരു ആഗ്രഹത്തോടെ, ഒരു നിർബന്ധത്തോടു കൂടി ദൈവത്തിൻ്റെ വചനത്തെ നാം സമീപിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ചെയ്തെടുക്കുകയും നമ്മളിൽ കൂടി
നമ്മളെ ഒരു ശിഷ്യൻ്റെ പാതയിലേക്ക് നമ്മളെ കൊണ്ടുവരികയും നമ്മളിൽ കൂടി നമ്മളെ കർത്താവിൻ്റെ വേലയിൽ പങ്കാളികളാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമുക്കൊരു കാര്യം നോക്കി, എന്താണ് ഇത്രമാത്രം തിടുക്കത്തോടുകൂടി നിർബന്ധത്തോടുകൂടി അവർ കർത്താവിനെ ഫോളോ ചെയ്തത്? മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അവർ കർത്താവിൻ്റെ വചനങ്ങളെ ശ്രവിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. തങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരുന്ന, തങ്ങളെ നിയമങ്ങൾ പ്രമാണങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു കേൾപ്പിക്കുന്ന ശാസ്ത്രിമാരെ പോലെ അല്ല ഈ പഴയ നിയമം അല്ലെങ്കിൽ തോറ മുഴുവനും അരച്ച് കലക്കി കുടിച്ച ശാസ്ത്രിമാരെ പോലെ അല്ല യേശുവിൻ്റെ സംസാരം, ഉപദേശമെന്ന് അവർക്ക് മനസ്സിലായി. ആ യേശുവിൻ്റെ ഉപദേശം കേട്ട് അവർ വിസ്മയിച്ചു. ഇതിനകത്ത് എന്തോ ഒരു അധികാരമുള്ളവനായിട്ടാണ് കർത്താവ് സംസാരിച്ചത്. അതുതന്നെയല്ല അവർ ചോദിക്കുന്നുണ്ട്, അവൻ്റെ ഈ ജ്ഞാനവും അവൻ്റെ വീര്യപ്രവൃത്തികളുമൊക്കെ എങ്ങനെയാണ്? അവനൊരു തച്ചനല്ലേ? അവൻ്റെ സഹോദരങ്ങളായ യാക്കോബ്, യോസെ, യൂദ, ശിമോൻ ഇവരെയൊക്കെ നമുക്കറിയത്തില്ലേ? അവൻ്റെ സഹോദരിമാരും ഇവിടെ ഇല്ലേ? പിന്നെ അവനൊരു തച്ചൻ്റെ മകനല്ലയോ, മറിയയുടെ മകനല്ലയോ? അവൻ എങ്ങനെയാണ് ഇത്ര അധികാരത്തോടുകൂടി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ സംസാരത്തിൽ വിസ്മയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ, അധികാരമുള്ള, ശക്തിയുള്ള, ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനത്തെ നാം കേൾക്കുമ്പോൾ അത് നമ്മളെ രൂപപ്പെടുത്തുകയും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും നമ്മൾ ശുശ്രൂഷിക്കുന്ന മറ്റുള്ളവർക്ക് അത് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ വ്യാപരിക്കുന്ന ശക്തി, ദൈവത്തിൻ്റെ വചനത്തിൽ വ്യാപരിക്കുന്ന വെളിച്ചം, ദൈവത്തിൻ്റെ വചനത്തിൽ വ്യാപരിക്കുന്ന അധികാരം നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനം നമ്മളൊരു നിർബന്ധത്തോടുകൂടി, നമ്മൾ വലിയൊരു ദാഹത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കുവാൻ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. കാരണം ആ ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുള്ളതാണ്. അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ ആദിയും അന്തവുമാണ്. അവൻ സകലത്തെ സൃഷ്ടിക്കുന്നവനായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി തന്നെ നമുക്ക് കാണും. ഈ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിലെ പെന്തിക്കോസ് ദിനത്തിൽ അവിടെ പരിശുദ്ധാത്മാവ് ആദ്യമായി ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചപ്പോൾ പത്രോസ് അവിടെ നിന്നുകൊണ്ട് ഒരു പ്രസംഗിക്കുന്നു. പത്രോസ് അവിടെ പ്രസംഗിച്ചതിന് ശേഷം അവസാന ഭാഗത്ത് പത്രോസ് പറയുന്നുണ്ട്, അവിടെ പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഇസ്രായേൽ ഗൃഹത്തിന് ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവായ ദൈവം നിങ്ങൾക്ക് തന്നെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന് 36-ഉം 37-ഉം വാക്യത്തിൽ കാണാം. ഇത് കേട്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു ആ ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, പാപത്തെക്കുറിച്ച് ബോധം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവർക്ക് കുത്തുകൊണ്ടു എന്ന് അവിടെ എഴുതി. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവരവിടെ ചോദിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരിൽ മുമ്പിൽ യേശുവോടെ പ്രത്യക്ഷപ്പെടുന്നു. യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ യേശുവാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ പറയുന്നുണ്ട്, നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കാണാൻ കഴിയും. ആ യേശുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പറയുന്നു, അവൻ നമുക്ക് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അവൻ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് തന്നപ്പോൾ
നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ജീവനും ചൈതന്യമുള്ള വചനത്തിൽ മാത്രമേ നമ്മുടെ ഉള്ളത്തിൽ ഒരു കത്തലുണ്ടാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുത്തുണ്ടാക്കുവാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആ മാതിരി വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമുക്ക് താല്പര്യമുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കട്ടെ, നമുക്ക് താല്പര്യമുണ്ടോ? ഈ വചനമാണ് ഇങ്ങനെ നമ്മളെ കത്തിക്കുന്ന, നമ്മളെ മുറിവേൽപ്പിക്കുന്ന, നമ്മളെ ഉപദേശിക്കുന്ന ഇങ്ങനെയുള്ള വചനങ്ങളാണ് നാം കേൾക്കേണ്ടത്. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ തൻ്റെ ശുശ്രൂഷയിൽ വിളിച്ചു പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് മാറി നിൽപ്പീനെന്ന് നിങ്ങളെ ഉപദേശിച്ചത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുകയാണ്, അബ്രഹാമിനെ, ഈ ദൈവത്തിന് ഈ കല്ലിന് അബ്രഹാം പിതാവായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയരുത്. ദൈവത്തിന് ഈ കല്ലിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്തതൊക്കെയും വെട്ടിത്തീയിലിടുന്നുവെന്ന്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടിത്തീയിലിടുന്നു എന്നുള്ളൊരു പ്രസംഗം അവിടെ പ്രസംഗിച്ചു. അപ്പോഴവിടെ എഴുതിയിരിക്കുന്നത്, പുരുഷാരം ഈ പ്രസംഗം കേട്ടിട്ട് പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാരാ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേൾക്കുവാൻ അവിടെ കൂടി വന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന പുരുഷാരം യോഹന്നാനോട് ചോദിക്കുന്നു, അയ്യോ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു? ആ പ്രസംഗം കേട്ടപ്പോൾ, ആ ദൈവത്തിൻ്റെ വചനം, ആ മാനസാന്തരത്തിന് വേണ്ടിയ പ്രസംഗം കേട്ടപ്പോൾ അവർ ചോദിക്കുന്നു, പുരുഷാരം ചോദിക്കുന്നു, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നു. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ യോഹന്നാൻ സ്നാപകൻ അവരോട് പറയുന്നു. അപ്പോൾ തന്നെ ആ കൂട്ടത്തിലുണ്ടെന്ന ചുങ്കക്കാർ, ടാക്സ് കളക്ടേഴ്സ് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഉപദേശം അവിടെ കൊടുക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പടജനങ്ങൾ, സോൾജേഴ്സ് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടുന്നതായ ഉപദേശം അവിടെ കൊടുക്കുന്നു. ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു മെസ്സേജ് ഒന്നായിരുന്നു, എന്നാൽ അത് വിവിധ തരത്തിൽ വിവിധമായ ആവശ്യങ്ങളുമായി വന്നവരുടെ ഹൃദയത്തോടെ അത് സംസാരിച്ചു. അവിടെ ഹൃദയത്തിൽ അവിടെ ഇടപെട്ടു, അവിടെ ഹൃദയം കത്തി, അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് അവിടെ ചോദിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ശക്തിയുള്ള വചനം ഇങ്ങനെയാണ്. അത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് ദൈവത്തിൻ്റെ വചനത്തെ പറ്റി 4:12 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമാണ്. ലിവിങ് ആൻഡ് ആക്ടിങ്, ചൈതന്യമുള്ള, ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം, അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടിയിക്കുന്നിടം വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. അത് ഇരുത്തലവായുള്ള ഏത് വാളിനേക്കാളിലും മൂർച്ചയുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് ആക്റ്റീവായിട്ടുള്ളതാണ്, അത് മൂർച്ചയുള്ള ദൈവത്തിൻ്റെ മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് അത് ആത്മാവിനെയും അത് പ്രാണനെയും സന്ധിമജ്ജകളെയെല്ലാം തുളച്ച്, ഇരുവായത്തിലുള്ള വാളാണ്. അതുകൊണ്ട് തുളച്ച് ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് അത് ചെന്നിട്ട് ഹൃദയത്തിൽ മറഞ്ഞുകിടക്കുന്ന കാര്യങ്ങൾ അത് പുറത്തേക്ക് അത് കൊണ്ടുവരുന്നു. ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ അറിയാതെ കിടക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ അറിയാതെ കിടക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ നഗ്നവും മലർന്നവുമായിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ വചനമല്ലേ നമ്മൾ കേൾക്കുവാൻ ദാഹിക്കേണ്ടത്. ഇങ്ങനെയുള്ള ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള ഒരു ആഗ്രഹം ഈ നാളുകളിൽ നമുക്കുണ്ടായിരിക്കണം. കാരണം ഈ വചനത്തിന് മാത്രമേ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ഈ വചനത്തിന് മാത്രമേ നമുക്ക് നിത്യജീവൻ തരുവാൻ കഴിയുള്ളൂ. ഈ ദൈവത്തിൻ്റെ ഈ വചനത്തിന് മാത്രമേ കർത്താവുമായിട്ടുള്ള നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വചനം കേൾക്കുവാൻ ഈ നാളുകളിൽ നമ്മൾ കർത്താവിനെ തിരക്കിക്കൊണ്ടിരിക്കണം.
ആമോസിൻ്റെ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തിന് വേണ്ടിയുള്ള വചനം കേൾക്കേണ്ടതിനുള്ള ഒരു വിശപ്പ് തന്നെ ഞാൻ ദേശത്തെ വരുത്തിയിരിക്കുന്നുവെന്ന്. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു വിശപ്പ് ഞാൻ ദേശത്തേക്ക് വരുത്തുന്ന കാലം വരുന്നുവെന്ന്. ഇവിടെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്. അവർ ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ വചനത്തേക്ക് അവർ തിരസ്കരിച്ചപ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ ഡ്രോട്ട്, ഒരു ഫാമിൻ ദൈവം അവിടെ വരുത്തി. എന്നിട്ട് ദൈവവചനം കേൾക്കുവാനുള്ള ഒരു ദാഹം ദൈവം അവർക്ക് കൊടുക്കുന്നു. അവർ ദൈവത്തെ തിരസ്കരിച്ചപ്പോൾ അവർ ആത്മീകമായി അവർ മന്ദീഭവിച്ചു, ആത്മീകമായി അവർ ശോഷിച്ചു പോയി. അപ്പോൾ ഇതിനെ അതാണ് അതിൻ്റെ അർത്ഥം. ഇതിനെ കേൾക്കുവാനുള്ള ഒരു ദാഹം, ഒരു വരൾച്ച അവിടെ ദൈവം അവർക്ക് കൊടുത്തു. അപ്പോൾ അത് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെയാണ് അത് കാണിക്കുന്നത്. ദൈവവചനം നമ്മുടെ ഉള്ളത്തിൽ ചെന്നെങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള സത്യവചനം, ജീവനുള്ള വചനം നമ്മുടെ ഉള്ളത്തിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ പാപ്പരത്വം നമ്മുടെ മാറുകയുള്ളൂ, ആത്മീയമായിട്ട് നമ്മൾ വളർച്ച പ്രാപിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ വചനത്തെപ്പറ്റി പറയുന്നത് ആത്മാവും ജീവനുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ പറയും, ഇത് കഠിനമായ വാക്കാണ്, ഇത് കഠിനമായ വാക്കാണ്, ഇതിനെ സ്വീകരിക്കാൻ നമുക്ക് പ്രയാസമാണ്, ഇതിനെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കർത്താവിനെ വിട്ടു പോയി. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ വിട്ടു പോകാമെന്ന് അവിടെ പറയുന്നു. അപ്പോൾ പുരുഷന്മാരുടെ ആ പുരുഷാരത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് പത്രോസ് പറയുന്നുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവൻ്റെ വചനം നിന്നിലുണ്ടല്ലോ എന്ന്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 68-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ നിന്നെ വിട്ട് എവിടെയാണ് കർത്താവെ പോകേണ്ടത്? നിത്യജീവൻ്റെ വചനം നിന്നിലുണ്ടല്ലോ. നിത്യജീവനായ നമ്മുടെ കർത്താവിൻ്റെ വചനം, നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ. നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകുമെന്ന് ശിഷ്യന്മാർ പത്രോസ് അവിടെ കർത്താവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിത്യജീവൻ്റെ മൊഴികളുണ്ട്. നമുക്ക് സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ അധികാരത്തെപ്പറ്റി അവിടെ പറയുന്നു. അവിടെ അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി എന്ന്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരം. അതുകൊണ്ടാണ് പുരുഷാരം അവനെ തിക്കിത്തിരക്കിക്കൊണ്ട് അധികാരത്തോടുള്ള ദൈവത്തിൻ്റെ ഉപദേശം, അധികാരത്തോടുള്ള കർത്താവിൻ്റെ ഉപദേശം അവൻ കൽപ്പിച്ചു, അങ്ങനെ അവിടെ അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഒറ്റ വാക്കിനാൽ ഉളവാകട്ടെ എന്നുള്ള വാക്കിനാൽ സകലതയെ ഉളവാക്കിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അധികാരം. കാറ്റിനോട് അടങ്ങുമെന്നും കടലിനോട് ശാന്തമാകുമോ എന്ന് പറയുന്ന നിമിഷം തന്നെ അത് അടങ്ങുകയും ശാന്തമാകുകയും ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ അധികാരം. ഈ വചനമാണ് നമ്മൾ ഇന്ന് ആളുകളിൽ കേൾക്കേണ്ടത്. കാരണം അല്ലാത്ത വചനങ്ങൾ ഇന്ന് ഒത്തിരി മാത്രം ഘോഷിക്കപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെ ശക്തിയുള്ള അധികാരമുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ കർത്താവ് ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കുന്നു. 12 വർഷക്കാലമായി പല വൈദ്യന്മാരും ചികിത്സ നേടിയിട്ട് അവിടെ മുതൽ മുഴുവൻ അതിനുവേണ്ടി അവൾ ചിലവാക്കിയിട്ടും യാതൊരു സൗഖ്യവും ലഭിക്കാഞ്ഞുകൊണ്ട് അവൾ കരുതി, ഞാൻ യേശുവിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ആ നിമിഷം തന്നെ അവളുടെ ബാധ മാറി, അവൾ സമാധാനത്തോടെയായി. അപ്പോൾ കർത്താവ് പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആർ? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടല്ലോ എന്ന്. പുരുഷാരം തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആർ? എല്ലാവരും അവനെ തിക്കി തിരക്കുകയാണ്. കാരണം അവനിൽ വിശ്വാസത്തോട് തൊട്ടപ്പോൾ അവൻ്റെ ശക്തി അവനിൽ നിന്ന് പോയി. അവനിൽ നിന്ന് ഈ സ്ത്രീയിൽ ചെന്ന് അവൾക്കവിടെ സൗഖ്യം വന്നു. അത് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് അവന് ശക്തി പുറപ്പെട്ടു. കാരണം എന്താണ്? ദൈവവചനം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ കൂടെ പാർത്ത നമ്മുടെ കർത്താവ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അന്ന് പിതാവിനോട് കൂടിയിരുന്ന ജീവനുള്ള ആത്മാവായ ദൈവത്തിൻ്റെ വചനം, ദൈവമായ ദൈവത്തിൻ്റെ വചനം ജഡം ധരിച്ച് ഈ ഭൂമിയിൽ വസിച്ച യേശുവിൻ്റെ തൊങ്ങലിലാണ് തൊട്ടത്. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാണ് അവിടെ പുറപ്പെട്ട് ആ സ്ത്രീക്ക് അവിടെ സൗഖ്യം ലഭിക്കുവാനിടയായി. ഇതാണ് വചനത്തിൻ്റെ ശക്തി. പിന്നെ ആ വചനത്തിൻ്റെ ശക്തിയുള്ള ആ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ സൗഖ്യമാക്കുവാൻ കഴിയും. വചനം അയച്ച് അവരെ വിടുവിച്ചു എന്നാണ് സങ്കീർത്തന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ഈ വചനത്തെ പറ്റി വീണ്ടും ആധികാരികമായിട്ട് നമുക്ക് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ദൈവശ്വാസ്യമാകിയാൽ ഏത് കാര്യത്തിൽ അവിടെ അത് നമ്മൾ ഉപദേശിക്കുന്നു. അത് നമ്മുടെ ഉപദേശത്തിനും നമ്മുടെ ശാസനയ്ക്കും ഗുണീകരണത്തിനും നമ്മളെ കർത്താവിൽ തികഞ്ഞവരാക്കുവാൻ വേണ്ടി, അതായത് നമ്മളെ ഉപദേശിക്കും, നമ്മളെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കും, നമ്മളെ ഉപദേശിക്കും, നമ്മളെ കറക്റ്റ് ചെയ്യും. നമുക്ക് പാപബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തെ പറ്റി അവിടെ പറയുന്നു. ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഡോക്ടർ കോൾ, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ഉപദേശം അല്ലെങ്കിൽ ദൈവവചനം പാപിയെ മുറിവേൽപ്പിക്കുന്നു. അതായത് അവന് പാപബോധം കൊടുക്കുന്നു. നമ്മൾ നേരത്തെ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ടപ്പോൾ കണ്ടതുപോലെ പാപിയുടെ ഹൃദയത്തിൽ അവൻ മുറിവേൽപ്പിക്കുന്നു. ഒരു കർത്താവിൻ്റെ വചനം പാപിയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് അവിശ്വാസിക്ക് ആ ദൈവത്തിൻ്റെ വചനം ഒരു ഭീഷണിയായി തോന്നുമെന്ന്. ഒരു ഭീഷണിയായിട്ട് അവിശ്വാസിക്ക് ദൈവത്തിൻ്റെ വചനം ഒരു ഭീഷണിയായിട്ട് തോന്നുമെന്ന് എഴുതിയിരിക്കുന്നു. അതുതന്നെയല്ല, ഒരു കപടഭക്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവത്തിൻ്റെ വചനം അവനെ കുറ്റം വിധിക്കുന്നതായിട്ട് അവന് തോന്നും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കപടഭക്തിക്കാരന് അവനെ കുറ്റം വിധിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരു വിശ്വാസിക്ക് തന്നെ ഉപദേശിക്കുന്നതായിട്ട് തോന്നും. ആ വിശ്വാസി എങ്ങനെ നടക്കണം, എങ്ങനെയായിരിക്കണം തൻ്റെ തിരഞ്ഞെടുപ്പ്, എങ്ങനെയായിരിക്കണം തൻ്റെ ജീവിതം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവനെ ഉപദേശിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഒരു പാപിക്ക് വേണ്ടിയത്, ഒരു കപടഭക്തന് വേണ്ടിയത്, ഒരു അവിശ്വാസിക്ക് വേണ്ടിയത്, ഒരു വിശ്വാസിക്ക് വേണ്ടിയത് എല്ലാം ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. കാരണം ഈ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായിട്ടുള്ള ദൈവവചനമാണെങ്കിൽ ഇതെല്ലാം ആ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന ദൈവവചനം ഏത് തരത്തിലുള്ളതാണ്? നമ്മളെ കുറ്റം വിധിക്കുന്ന ദൈവവചനമാണോ? നമുക്ക് പാപബോധം തരുന്ന വചനമാണോ? നമ്മൾ ഉപദേശിക്കുന്ന വചനമാണോ? അതോ നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഏത് തരത്തിലുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നത്? ഏത് തരത്തിലുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നത്? പലതരത്തിലുള്ള വചനങ്ങൾ നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള വചനങ്ങൾ കേൾക്കാനായാലും ഇന്ന് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ നിജപുത്രനായ കൊച്ചു പാസ്റ്ററായ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഭക്തി വിരുദ്ധമായ വൃഥാ ലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയാണ് നീ ദൈവവചനം പ്രസംഗിക്കേണ്ടത്, എങ്ങനെയുള്ള വചനത്തെയാണ് പ്രസംഗിക്കേണ്ടതെന്ന് പറയുവാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. സത്യവചനത്തെ നീ പ്രസംഗിക്കണമെന്ന്. സത്യവചനത്തെ യഥാർത്ഥമായി നീ പ്രസംഗിച്ചുകൊണ്ട് ലജ്ജയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ പറയുന്നു. രണ്ടാമത് പറഞ്ഞ് ഭക്തി വിരുദ്ധമായ വൃഥാ ലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കണം. അത് ഭക്തി വിരുദ്ധമായ വൃഥാ ലാഭങ്ങൾ എന്നുള്ള അർത്ഥം ഭക്തി വിരുദ്ധമായ വ്യർത്ഥ വാക്കുകളെ ഒഴിച്ചു മാറ്റണം. ആ ഭക്തി
നമുക്ക് അഭക്തി കൊണ്ട്, കാരണം അങ്ങനെ നമ്മൾ ഭക്തി വിരുദ്ധമായ വ്യർത്ഥ വാക്കുകൾ പറയുമ്പോൾ അത് നമ്മളെ അഭക്തിയിലേക്ക് നടത്തുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭക്തി വിരുദ്ധമായ വാക്യങ്ങൾ, ഉപദേശങ്ങൾ, ദൈവത്തിൻ്റെ സത്യവചനങ്ങൾ പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നാം ഉപദേശിക്കുമ്പോൾ പറയരുതെന്നാണ് പൗലോസ് തൻ്റെ പുത്രനായ തിമോത്തിയോസിനെ, പാസ്റ്ററായ തിമോത്തിയോസിനെ, വലിയ പാസ്റ്റർ കൊച്ചു പാസ്റ്ററെ ഉപദേശിക്കുകയാണ്. അതിൻ്റെ NLT ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: അവോയ്ഡ് വർത്ത്ലെസ് foolish talk that only leads to more godless behavior. അവോയ്ഡ് ചെയ്യാൻ വർത്ത്ലെസ് ഫൂളിഷ് ടോക്ക്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ അഭക്തരായി തീരേണ്ടതിന്, അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരാതെ ഇരിക്കേണ്ടതിന് വ്യർത്ഥമായ കാര്യങ്ങൾ, ഫൂളിഷ് ടോക്സ്, വ്യർത്ഥമായ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാനാണ്. അങ്ങനെയുള്ള വചനങ്ങളാണോ നാം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള വചനങ്ങൾ, ഈ വചനങ്ങളും നമുക്കിന്ന് കേൾക്കുവാൻ കഴിയും. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന വചനങ്ങളെ, നമുക്കിഷ്ടമുള്ള വചനങ്ങളെ, മറ്റുള്ളവർക്ക് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന വചനങ്ങളെ, നമുക്ക് കയ്യടി കിട്ടുന്ന വചനങ്ങളെ, നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളെ, ഇങ്ങനെയൊക്കെ നമുക്കിന്ന് വചനം എടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഈയിടെ ഞങ്ങൾ ബാംഗ്ലൂരിലായിരിക്കുമ്പോൾ ഒരു കൂട്ടരോട് ഇങ്ങനെ ഏത് ചേർച്ചിലാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ ചേർച്ചിലാണ്, ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര ഫണ്ണാണെന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനായി പോകുന്നത്? എന്നാൽ ദൈവവചനം നമ്മൾ ഉപദേശിക്കുന്നത് സത്യവചനം കേൾക്കുവാണ്. ഈ നാളുകൾ പ്രത്യേകിച്ച് നമുക്കൊരു ഡിസേണിങ് സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ഏത് വചനമാണ് നമ്മൾ കേൾക്കേണ്ടത്, എങ്ങനെയുള്ള വചനമാണ് നാം കേൾക്കുന്നത്, ജീവനും ചൈതന്യമുള്ള നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുന്ന, നമുക്ക് തന്നെ ഒരു റാഡിക്കലായിട്ടുള്ള ഒരു സമൂലമായൊരു മാറ്റം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളാണ് നാം കേൾക്കേണ്ടത്. അതിനെപ്പറ്റി പൗലോസ് തൻ്റെ പ്രസംഗത്തെ പറ്റി പറയുന്നുണ്ട്. പൗലോസ് എങ്ങനെയാണ് താൻ വചനം ഉപദേശിക്കുന്നതെന്ന് പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു എന്ന്. കർത്താവിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടാണ് പൗലോസ് ഉപദേശിക്കുന്നതെന്ന് പറയുന്നു. വീണ്ടും പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിന് 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പ്രയോജനമുള്ളത് ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല എന്ന്. പ്രയോജനമുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന്. പിന്നെ 20-27-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ആലോചന ഒന്നും ഞാൻ മറച്ചു വെക്കാതെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന്. അപ്പം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പൗലോസ് അവിടെ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സത്യവചനമാണ് നാം ഇന്ന് കേൾക്കുന്നത്. നമുക്ക് ജീവൻ നൽകുന്ന, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമുക്ക് ശക്തി നൽകുന്ന, നമുക്ക് ആത്മീയമായ വളർച്ച തരുന്ന, നമ്മളെ നിത്യജീവങ്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ സത്യവചനം കേൾക്കുവാൻ ഇന്ന് നമ്മൾ തിരക്ക്, അതിനാണ് നമ്മൾ തിരക്ക് കാണിക്കേണ്ടത്. ആ വചനം കേൾക്കുവാൻ, ആ വചനത്തിന് മുമ്പിൽ ഇരുന്ന് നമുക്ക് വ്യത്യാസം തരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമ്മൾ ഈ നാളുകൾ ദൈവം നമുക്ക് വലിയൊരു ദാഹം തരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരമ്യാ പ്രവാചകൻ ഇരമ്യാ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ നിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായെന്ന്. നിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതിനെ ഒന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുക. നിൻ്റെ വചനങ്ങളെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ എന്തെനിക്കുണ്ടായി? അതെനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ഉണ്ടായെന്ന് അവിടെ ഇരമ്യാ പ്രവാചകൻ പറയുകയാണ്. അതുകൊണ്ട് ഈ നാളുകൾ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായ ആ വചനം കേൾക്കുവാൻ, വെറുതെ ചപ്പും ചവറും ഒക്കെ കേട്ട് നമ്മുടെ സമയത്തെ കളയാതെ ദൈവത്തിൻ്റെ ആ വചനം തന്നെ കേട്ട്, ആ വചനം ജഡമായി തീർന്നു, ആ ദൈവത്തിൻ്റെ ശക്തിയുള്ള ആത്മാവും ജീവനുമുള്ള ആ ദൈവത്തിൻ്റെ വചനം തന്നെ കേൾക്കുവാൻ ഒരു നിർബന്ധം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് അതിനുള്ളൊരു താല്പര്യം, അതിനുള്ളൊരു ദാഹം ദൈവം തരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് നമ്മൾ രൂപാന്തരം ഉണ്ടാകുകയും കർത്താവിൻ്റെ യഥാർത്ഥമായ ഒരു ശിഷ്യനായി നമ്മൾ തീരുകയും, അപ്പോഴാണ് കർത്താവിൻ്റെ വേലയിൽ നല്ല പങ്കാളികളായും അനേകരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരാൻ
കർത്താവ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ അങ്ങനെ ഒരു തിരക്ക് നമ്മുടെ ആത്മീയ ജീവിതം ഉണ്ടാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. നന്ദി കർത്താവേ. ദൈവവചനം കേൾക്കുവാനുള്ള വലിയൊരു നിർബന്ധം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നാളുകളിൽ തരണമേ. പലതരത്തിലുള്ള വചനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവ്, എന്നാൽ അതൊന്നും ഞങ്ങൾ ആത്മീയമായി പോഷിപ്പിക്കുകയില്ല എന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. എന്നാൽ സത്യവചനം, ജീവനും ചൈതന്യമുള്ള വചനം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന, ഞങ്ങൾക്ക് പാപബോധം തരുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ, ഞങ്ങളെ ശുശ്രൂഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ജീവനുള്ള ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം തന്നെ ഏതെന്ന് മനസ്സിലാക്കി അത് കേൾക്കുവാനുള്ള വലിയൊരു ദാഹം, ആഗ്രഹം, തിരക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവവചനത്തിൻ്റെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കുവാൻ, ആ ദൈവവചനത്തിലുള്ള അധികാരം ഞങ്ങൾ മനസ്സിലാക്കുവാൻ, ആ ദൈവവചനത്തിലെ ലാവണ്യം ഞങ്ങൾ മനസ്സിലാക്കി അതിനകത്തോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നന്ദി. അടിയങ്ങളെല്ലാം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.